കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിൽ പൊട്ടിത്തെറിയും വാക്പോരും രൂക്ഷമായതോടെ നേതാക്കൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഒരു വിഭാഗം. ഇതിന്റെ ഭാഗമായി നിലവിൽ ഒരു വിഭാഗം നേതാക്കൾക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. യോഗത്തിൽ വെച്ച് കോട്ടയത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴിക്കാടൻ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചത് ചില നേതാക്കൾ റെക്കോർഡ് ചെയ്യുകയും സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. യോഗത്തിന് ശേഷം CPM-നോട് മൃദു സമീപനം സ്വീകരിച്ചായിരുന്നു വാർത്താക്കുറിപ്പ് ഇറക്കിയതും. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്നാരോപിച്ച് കോട്ടയത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴിക്കാടൻ നടത്തിയ പ്രസംഗം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതിനെ ചൊല്ലി ഇപ്പോൾ കേരള കോൺഗ്രസിൽ പോര് രൂക്ഷമായിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് പരാതി പോലീസിലുമെത്തി. പോലീസിൽ പരാതി എത്തിയതോടെയാണ് പാർട്ടിയിൽ ഭിന്നത രൂക്ഷമായത്. കഴിഞ്ഞ ദിവസം ചേർന്ന കേരള കോൺഗ്രസ് M സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ചാഴിക്കാടൻ നടത്തിയ പ്രസംഗം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയുടെ നിലപാടുകളാണെന്നാണ് തോമസ് ചാഴിക്കാടൻ വിമർശിച്ചത്. പാലായിലെ നവകേരള സദസ്സിലെ ശകാരം ഉൾപ്പെടെ തിരിച്ചടിയായെന്ന് തോമസ് ചാഴിക്കാടൻ കുറ്റപ്പെടുത്തിയിരുന്നു. CPIM വോട്ടുകൾ LDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കാതെ പോയതിൽ അന്വേഷിക്കണമെന്ന് തോമസ് ചാഴിക്കാടൻ ആവശ്യപ്പെട്ടിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിയുടെ കനത്ത തോൽവിയിൽ CPI-യിൽ കടുത്ത വിമർശനമുയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കേരള കോൺഗ്രസ് M-ലും വിമർശനമുയരുന്നത്. എന്നാൽ യോഗത്തിന് ശേഷം പാർട്ടി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ മുഖ്യമന്ത്രിക്കോ CPM-നോ എതിരെ പരാമർശങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനു പിന്നാലെ പെട്ടെന്ന് തന്നെ ചാഴിക്കാടന്റെ പ്രസംഗം പുറത്താവുകയായിരുന്നു. യോഗത്തിൽ പങ്കെടുത്തവർ തന്നെ പ്രസംഗം ചോർത്തിയെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം ആരോപിക്കുന്നത്. സംഭവത്തിൽ CPM അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു. CPM-ന്റെ ഭാഗത്തു നിന്നും അതൃപ്തി അറിയിക്കുക കൂടി ചെയ്തതോടെ ആര് ചോർത്തി എന്ന് കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു. ആരാണ് ഈ പ്രസംഗം ചോർത്തിയത് എന്നറിയാനായി സൈബർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഒരു വിഭാഗം. അതുകൂടാതെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ചില നേതാക്കളുടെ പേരും വിവരങ്ങളും പാർട്ടി പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ച് നടത്തിയ പ്രസംഗം മാധ്യമങ്ങൾക്ക് ചോർത്തിയതിനെ ചൊല്ലി ഇപ്പോൾ കേരള കോൺഗ്രസ് M-ൽ പോര് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതു സംബന്ധിച്ച പരാതി പോലീസിൽ എത്തിയതോടെ പാർട്ടിയിൽ ഭിന്നത മുറുകി. കഴിഞ്ഞ ദിവസം ചേർന്ന കേരള കോൺഗ്രസ് M സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ചാഴിക്കാടൻ നടത്തിയ പ്രസംഗമാണ് റെക്കോർഡ് ചെയ്ത് മാധ്യമങ്ങൾക്ക് ചോർത്തിയിരിക്കുന്നത്. കോട്ടയം ലോക്സഭാ മണ്ഡലം കൈവിട്ടതോടെ കേരള കോൺഗ്രസ് M നേരിട്ടത് വലിയ പ്രതിസന്ധിയായിരുന്നു. കോട്ടയത്ത് 2019 UDF-നൊപ്പം നിന്ന് ജയിച്ചു കയറിയതാണ് കേരള കോൺഗ്രസ് M. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് UDF വിട്ട് LDF-ലേക്ക് വന്നത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. സ്വന്തം മണ്ഡലമായ പാലായിൽ ജോസ് കെ മാണി 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു. റോഷി അഗസ്റ്റിനിലൂടെ മന്ത്രിസ്ഥാനം ലഭിച്ചെങ്കിലും ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് മുന്നണി മാറ്റം സമ്മാനിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും തോമസ് ചാഴിക്കാടൻ ഫ്രാൻസിസ് ജോർജിന് വെല്ലുവിളിയായില്ല. കഴിഞ്ഞ തവണ 1 ലക്ഷത്തോളം വോട്ടിനാണ് തോമസ് ചാഴിക്കാടൻ ജയിച്ചത്. ഇവിടെയാണ് പൊരുതി നോക്കുക പോലും ചെയ്യാതെ അദ്ദേഹം തോൽവി ഏറ്റുവാങ്ങിയത്.